ഇത് വേറെ കേസാണെന്ന് പറഞ്ഞ അവള്. അതായത് കഴിവുള്ള കലാകാരന്മാരെ ചൂഷണം ചെയ്യുന്ന സിനിമാ മേഖല. പിന്നെ രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ചെയ്തിട്ട് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായ ഒരു വ്യക്തിയാണ്. അതും കൂടി നിങ്ങളൊന്ന് കേട്ടു. വളരെ വേദനകൾ നിറഞ്ഞ ജീവിതമാണ് എൻ്റെ. സത്യം പറഞ്ഞാൽ അത്രയും വേദന നിറഞ്ഞ സന്ദർഭങ്ങളിലും ദൈവത്തെ വിളിച്ച് കരയുക എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ പ്ലംബർമാർ, അതുപോലെ ഇലക്ട്രീഷ്യന്മാർ, ഡോക്ടേഴ്സ് എല്ലാവരും എന്നെ ഒരു ആശ്വസിപ്പിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പം ആരെയും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. ഒരുപാട് വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അതൊന്നും മറ്റുള്ളവരെ കാണിച്ച് നടക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എൻ്റെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ആഡംബരം ഒന്നും ഞാൻ കാണിക്കാറില്ല. എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളൊന്നും ഞാൻ മൂന്നാമതൊരാളെ അറിയിച്ചിട്ടില്ല. കരച്ചിൽ വരുന്നുണ്ട്, പക്ഷെ കരയാതെ പിടിച്ചു നിൽക്കുകയാണ് ഞാൻ എൻ്റെ ആത്മധൈര്യം കൊണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈക്ക് പറയാനുള്ളത് വെച്ചാൽ ദൈവം ആരും എനിക്ക് സിനിമയിൽ അഭിനയിച്ചൂടെ, അവിടെ അഭിനയിച്ചൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കഴിവുണ്ടല്ലോ എന്നൊക്കെ കമന്റ് ഒന്നും അങ്ങനത്തെ ഇടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈഡിൽ കൂടി ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളെ, കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റിനൊന്നും